അപ്പം ഉമ്മ ഇതിങ്ങനെ പപ്പടം ചൂടുക പൊരിക്കുകയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയിലാണ് ബാപ്പ അങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കണം എന്നോട് കബറുകളുള്ള ദുആ പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഉമ്മ നീണ്ട് പറഞ്ഞു, എന്ത് പണിയാണ് നിങ്ങൾ ഈ കാട്ടുന്നത്? ആ കുട്ടി പരീക്ഷ അല്ലേ, SLC പരീക്ഷ അല്ലേ, നിങ്ങൾക്ക് അറിയില്ലത്? ഉമ്മ അങ്ങനെ തന്നെ പറഞ്ഞേ. മദ്രസയിലെ 5ാം ക്ലാസ്സിലെ പരീക്ഷ, 7ാം ക്ലാസ്സിലെ പരീക്ഷ, അതും SLC പരീക്ഷയൊക്കെ കുറച്ച് പേടിക്കണ്ടേ. അപ്പോൾ വാപ്പമ്മനോട് അറിഞ്ഞേ, അതിനേക്കാളും വലിയ പരീക്ഷ എഴുതാനപ്പം ഞാൻ പോണു കബർക്ക്. അപ്പോൾ എൻ്റെ കഥ എനിക്ക് വേണ്ടേ? അല്ലാതെ പരീക്ഷ കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്താൽ പോരേന്ന് വെച്ചാൽ അതിനെനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. എന്നോട് അത് പഠിപ്പിച്ചിട്ട് വാപ്പ ഒരു മാസമായപ്പോഴേക്കും വഫാത്താൻ ചെയ്തു. ഇപ്പോഴും വാപ്പാൻ്റെ കബറിങ്ങ ഞാൻ പോകുമ്പോൾ മീസാൻ കണ്ട എൻ്റെ കണ്ണെന്ന് വെള്ളം നിറയും. അതൊരു ഓർമ്മയാണ്. ഞാൻ ചോദിക്കുകയാണ്, നമ്മളെ കുട്ടികൾ എത്ര ആൾക്കാർ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കലുണ്ട്? ഇപ്പോൾ ഒരു പുതിയ മൊബൈലാണ്ട് കൊടുത്തിട്ട്, മോനെ ഇവിടെ നെക്കിയാലൊരു മറ്റേ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിയാൽ ഇങ്ങനെ കുളാണ്ടരം കണ്ട് വിട്ടു, ഇത് പറയുന്നാൽ വേറെ എന്താ നമുക്ക് പണിയുള്ളത്? ഈ കുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് നാളെ എന്ത് ഉപകാരം ഉണ്ടാവുക? സാധാരണ നമ്മൾ വായിക്കലുണ്ട് കുട്ടികളെ കാണാനില്ല എന്ന്, അല്ലേ? മകനെ കാണാനില്ല. ഇന്ന് ഏത് വരിയിലെ മക്കളുള്ളതെന്ന് കുറേ രൂപങ്ങളിലുള്ള മക്കളുണ്ടോ? ഇന്ന് മക്കളില്ലല്ലോ. ഇന്ന് സത്യത്തിൽ എല്ലാ വീട്ടുകാരും പരസ്യം ചെയ്യണം, മക്കളെ കാണാനില്ല. പിന്നെ മുമ്പിലുള്ളതോ എന്തൊക്കെയോ കോലങ്ങൾ. ബാപ്പാക്ക് നിസ്കാരത്താമ്പ്, നല്ല തൊപ്പി, ഞെരിയാണി മേൽക്ക് തുണി. മോനങ്ങനെ കണ്ട കരണ്ടിമാരി ഒരു സാധനം. അപ്പം അടുത്തൊരു ബാപ്പാൻ്റെ മയ്യത്തേറ്റൊരു മോൻ വന്നപ്പോൾ ഈ ചെങ്ങായിനെ കണ്ട ഓനെ മയ്യത്ത് നിസ്കരിച്ച പിന്നെ നമ്മളെ മയ്യത്ത് വേറെ നിസ്കരിക്കേണ്ടി വരും. അക്കോലത്തിൽ ഓനെ കണ്ടാൽ എന്തൊക്കെ മുടി. ഞാൻ പറഞ്ഞു ഇപ്പം നിസ്കരിക്കാൻ പറ്റൂലായിരുന്നു. ഓനോട് സംശയം ചോദിക്കുകയാണ്, ബാപ്പാൻ്റെ മയ്യത്തിൻ്റെ പോകുന്നുണ്ട്, ഉസ്താദെ ളുഹറും അസറും നിസ്കരിക്കാതെ മയ്യത്ത് നിസ്കരിച്ചാൽ സഹിയാവുമെന്ന്. എന്നുണ്ട് ബാപ്പാൻ്റെ മയ്യത്തിൻ്റെ ഒപ്പം വന്നോന്ന് ചോദിക്കുകയാണ്, ളുഹറും അസറും നിസ്കരിക്കാതെ മയ്യത്ത് നിസ്കരിച്ചാൽ സഹിയാവുമെന്ന്. അപ്പോൾ ഓനന്ന് ളുഹറും സുബൈ പിന്നെ ഏതായാലും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ സുബൈയും ളുഹറും അസറും നിസ്കരിക്കാതെയാണ് ബാപ്പാൻ്റെ മയ്യത്തങ്ങട്ടിലേറ്റ് വന്നിട്ട് മുമ്പ് ഇമാമൊക്കെ നിൽക്കുന്നത്. എന്താ അവസ്ഥ? ഈ മകനൊക്കെ ഭൂമിയിൽ ഉണ്ടായിട്ട് അയാൾക്ക് കബറിൽ പോയി കിടന്ന് എന്ത് സുഖം ഉണ്ടാവുക? അവിടെയാണ് ഒരു ഇഖ്റ തഅല്ലുമിനുള്ളതാണ്, രണ്ടാമത്തെ ഇഖ്റ താലീമിനുള്ളതാണ്. ഇത് രണ്ടും നടക്കുന്ന വീട്ടുകാരും നാട്ടുകാരും സ്വർഗത്തിലാണ്. അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തും മിനസ് സമാഇ വൽ അർദ്. ഒരു ഗ്രാമവാസികൾ പടച്ചവനെ കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കുന്നവരായാൽ ലഫതഹ്നാ, ലാമ് തഅക്കീദ് എന്നാ പറയാ, എന്ന് പറഞ്ഞാൽ ഇനി സംശയിക്കണ്ട കേട്ടോ എന്ന്. ഇതൊരു ഗ്രാമമാണ്, അതുകൊണ്ട് ഈ ആയത്തെ അടുത്തത്. പിന്നെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ കൃഷിക്കാരാന്ന് പറഞ്ഞു, അതുകൊണ്ട് അദ്ദുനിയ മസറത്തുൽ ആഖിറ എന്നും പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി എടുത്തതാണ്. അത് രണ്ടും വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കും ചെയ്യും. വലൗ അന്ന അഹ്ലൽ ഖുറാ, ഒരു ഗ്രാമവാസികൾ ആയിത്തീർന്നാൽ, വത്തഖൗ, അല്ലാഹനെ പേടിക്കുന്നവർ ആയിത്തീർന്നാൽ, വിശ്വാസികളും തഖ്വയുള്ളവരും ആയിത്തീർന്നാൽ, നിശ്ചയം, നിസ്തർക്കം, നിസ്സംശയം, ഫതഹ്നാ, നമ്മൾ തുറന്നിരിക്കും. ഫതഹ്നാ നമ്മൾ തുറന്നു കഴിഞ്ഞു എന്നാണ്. അങ്ങനെ പറയുന്നത് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തുറക്കും, തുറന്നു കഴിഞ്ഞു, അവർക്ക് ആ കഴിഞ്ഞു, തുറന്നു കഴിഞ്ഞു, അത് ശരിയായി. ബർക്കാത്തി മിനസ് സമാഇ വൽ അർദ്, മേലേന്നും താഴേന്നും ബർക്കത്ത് വരും. മേലേന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ ആ ഗ്രാമത്തിനെ സ്നേഹിക്കും. താഴേന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാർ ആ ഗ്രാമീണർ എന്ത് പണിക്ക് വിളിച്ചാലും, പള്ളിക്ക് വിളിച്ചാലും, വീടുണ്ടാക്കാൻ വിളിച്ചാലും എല്ലാ പണിക്കാരും ഓടി വരും. കാരണം ആ ഗ്രാമം നാട്ടുകാരെ ഏറ്റെടുക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹനെ ഭയപ്പെടുന്ന ഗ്രാമവാസികൾക്ക് പടച്ചവൻ മേലെ സൃഷ്ടികളിൽ നിന്നും താഴെ സൃഷ്ടികളിൽ നിന്നും അനുകൂല ചിന്ത ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഗ്രാമമാക്കി അള്ളാഹു തആല നിങ്ങളെ ഗ്രാമം മാറ്റിത്തട്ടെ. എല്ലാ ഗ്രാമങ്ങളും അള്ളാഹു തആല മാറ്റിത്തട്ടെ. നമ്മൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ കർഷകന്മാരാണെന്ന്. പിന്നെ എന്നെക്കുറിച്ച് ആത്മീയ പ്രഭാഷകൻ ചിന്ന സദസ്സിൽ ചെറിയ സദസ്സിൽ വന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എന്തിച്ചു, പഠിച്ചോനെ ഇതൊക്കെ ഇപ്പോൾ ആഖിറത്തിലുണ്ടാവുമോ? ഞാനിപ്പോൾ ഈ ഇതിപ്പോൾ ചെറിയ സാഹസമൊന്നുമല്ല കേട്ടോ, വലിയ സാഹസം തന്നെയാണ് അൽഹംദുലില്ലാ. എന്നാൽ നിങ്ങൾ പറഞ്ഞല്ലോ ചെറിയ സാഹസം എന്ന്, അത് നിങ്ങളെ താഴ്മ കൊണ്ടാണ്. ആയിക്കോട്ടെ, വലിയ സാഹസം എനിക്ക് ഉണ്ടാകലുണ്ട്, ഇങ്ങനത്തെ സാഹസം എനിക്ക് ഉണ്ടാകലുണ്ട്. ഞാൻ ദാവത്തിന് വേണ്ടി നടക്കുന്ന ആളാണ്. ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും, ചിലപ്പം 10,000-കണക്കിന് ആളുകളുണ്ടാവും, ചിലപ്പോൾ 1000-കണക്കിന് ആളുകളുണ്ടാവും, ചിലപ്പോൾ ഇതുപോലെ 100-കണക്കിന് ആളുകളുണ്ടാവും. എനിക്കൊക്കെ സമാനം. എന്നെ അങ്ങനെ പൊളിയാക്കൊന്നും വേണം, എനിക്കൊക്കെ കണക്ക് തന്നെയാണ്. ദൈവത്താണ് എൻ്റെ ലക്ഷ്യം, വേറെ ഒന്നും ലക്ഷ്യമില്ല. ഞാൻ വല്ലാതെ ജാക്കിമേ കയറാത്ത ആളാണ്. ഏതായാലും നിങ്ങളാ പറഞ്ഞ് നിങ്ങളെ താഴ്മ കൊണ്ടാണ്. പക്ഷെ ഇതൊക്കെ അവിടെ പോയാലേ അറിയുള്ളൂ. നിങ്ങളെന്നെ ക്ഷണിക്കണ സമയത്ത്
ഇവിടെ ചെറിയ ഗ്രാമമാണ്, ഒരു ചെറിയ സദസ്സാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വരികയാണെങ്കിൽ എനിക്ക് ഖലാസ് ഉണ്ട്. പക്ഷെ ഞാൻ വന്നിവിടെ ഇരുന്നതിന് ശേഷം സദസ്സ് കണ്ടിട്ട് നിങ്ങളിങ്ങനെ പുളിയാക്കിയിട്ട് കാര്യമില്ല. അതിനാദ്യത്തെ ഞാൻ അറിഞ്ഞിക്കണോ ഇല്ല നിങ്ങളറിയോ? ഇല്ലല്ലോ. ഏത് കാര്യം അങ്ങനെയാണ്. മുമ്പ് ഒരു സ്ഥലത്ത് ഒരാൾ കിണറ്റിൽ വീണപ്പോൾ എല്ലാവരും കൂടി തടിച്ചുകൂടി, ആർക്കും ആളെ ഇറങ്ങി രക്ഷപ്പെടുത്താനുള്ള ധൈര്യമില്ല. അതിനിടക്ക് കണ്ടിന്ന് ഈ ബക്കത്തിക്കണ കൂട്ടത്തിൽ ഒരാളാണ് ചാടിയപ്പോൾ പിന്നെ ഇയാളെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റി, രണ്ടാളും കൂടി കയറ്റാൻ വേണ്ടിയിട്ട് കൊട്ടയൊക്കെ ഇറക്കി എല്ലാവരും രക്ഷപ്പെടുത്തി. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇയാൾക്കൊരു ആദരവ് കൊടുക്കണമെന്നായി. ആർക്ക്? ഈ കിണറ്റ് കാട്ടിയിട്ട് രക്ഷപ്പെട്ടോനല്ല, രക്ഷപ്പെടുത്താൻ വേണ്ടി ചാടിയ ആളുണ്ടല്ലോ, ഓനൊരു ആദരവ് കൊടുക്കണം തീരുമാനിച്ചു. അങ്ങനെ MLA വന്നു, മന്ത്രി വന്നു, നാട്ടുകാരൊക്കെ കൂടി. കാരണം എല്ലാവരും മടിച്ച് പിന്നോട്ട് നിൽക്കുന്ന സമയത്ത് ജീവൻ പണയം വെച്ച് ഇയാളല്ലോ ചാടിയത്. ഇയാൾക്ക് പഞ്ചായത്ത് അടിസ്ഥാനം കൊടുത്താൽ മതിയോ, ജില്ലാടിസ്ഥാനത്ത് കൊടുക്കണ്ടേ? അങ്ങനെ മന്ത്രി കുറേ പുളിയാക്കി, MLA കുറേ ആളെ പൊക്കി പറഞ്ഞു. അവസാനം മഹല്ല് സെക്രട്ടറി മൂപ്പര് വേർത്തൊലിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞു. അവസാനം നന്ദി പറയേണ്ടപ്പോൾ ഇയാളല്ലോ. ഇയാൾ നന്ദി പറയാൻ ഈച്ചപ്പോൾ ചോദിച്ചു, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഞാൻ അവിടെ നിങ്ങളെപ്പോലെ അന്തം വിട്ടിട്ട് ഈ കിണറ്റിക്ക് പാളി നിൽക്കുമ്പോൾ ഇന്നെ ബാക്കിൽ നിന്ന് ഒരാൾ ഉന്തി തള്ളിയിട്ടുണ്ട്, ഓൻ ആരാന്ന് വെച്ച്. ഓനാണ് ആദ്യം കിട്ടേണ്ടത്. അപ്പോഴാണ് ഈ പരിപാടി നടത്തിയ ആൾക്കാരൊക്കെ കൊളായല്ലോ റബ്ബേ നിൽക്കണേ. എനിക്ക് ഈ സംഭവമാണ് നിങ്ങളിന്നെ പുളിയാക്കിയപ്പോൾ ഓർമ്മ വന്നത്. കാരണം ഞാനിവിടെ വന്നപ്പോഴാണ് ഈ സദസ്സ് ഇങ്ങനെയെന്ന് അറിയണത്. എന്നാൽ ചെറിയ സദസ്സുമല്ല. അപ്പം നിങ്ങൾ പറയണേ ഈ ചെറിയ സദസ്സിലേക്ക് നമ്മൾ ക്ഷണം സ്വീകരിച്ച് വന്ന ബഹുമാനപ്പെട്ട റഹ്മാനി എന്ന് പറയുമ്പോൾ ഇത് മഹ്ശറിൽ എത്തണമെങ്കിൽ ഈ സദസ്സ് ആദ്യം ഞാനൊന്നും അറിയണ്ടേ. മറ്റാളെ കിണറ്റ് കുന്തി തള്ളിത്തമാര് വന്നപ്പോഴാണല്ലോ ഞാൻ അത് കാണുന്നത്. അപ്പോൾ ഇത് പാണ്ട് എത്തുമല്ലേന്നൊന്നും ഇപ്പോൾ നമ്മളറിയില്ല. ഏതായാലും നമുക്ക് ദ്വാരക്ക അള്ളാഹു തആല എത്തിച്ചേട്ടെ. ഒന്ന് ആമീൻ പറയും. ഇത് ഞാൻ ചെറിയ സദസ്സാക്കണില്ലേ, വലിയ സദസ്സാണ്. വലിയ സദസ്സ് എപ്പോഴാകുന്ന നിങ്ങൾ നീയത്ത് വലുതാകുമ്പോൾ സദസ്സ് വലുതാണ്. നീയത്ത് വലുതായാൽ സദസ്സ് വലുതാണ്. നിങ്ങൾ ഈ നല്ല പച്ചക്കറിയും മീനും ഒക്കെ തിന്ന് ഇങ്ങനെ വളർന്ന് അധ്വാനിക്കുന്ന കർഷകന്മാരല്ലേ. നിങ്ങളെ കൂട്ടത്തിൽ പരീക്ഷക്കാരൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങൾ ഈ സദസ്സ് വലിയ സദസ്സാണ്. അല്ലാഹു തആല ഇത് വലിയ സദസ്സാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് ബിൻ നബിയിൽ മുസ്തഫ. പ്രിയപ്പെട്ടവരെ, ഇശാ നിസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ വഅള് തുടങ്ങുന്നത്. എന്തിനാണ് ഒരു ഇശാ നിസ്കാരം? രാത്രി സമയത്താണല്ലോ ഇശാ നിസ്കാരം. രാത്രി എന്നത് ഇരുട്ടാണ്. ഇരുട്ട് എന്നത് ഖബറിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇശാ നിസ്കാരം തന്നെയും ഖബറിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. എന്തിനാണ് ഉച്ചക്ക് ളുഹർ നിസ്കാരം? ളുഹർ എന്ന് പറയുന്നത് സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന സമയമാണ്. അത് മഹ്ശറിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നിസ്കാരത്തിന്റെ സമയങ്ങളൊക്കെ വല്ലാത്ത ഓർമ്മകളാണ്. ഒന്ന് സൂര്യോദയത്തിന്റെ സമയമാണ്. സൂര്യൻ ഉദിക്കുന്നത് വരെ സുബഹിയുടെ സമയമാണ്. സൂര്യൻ ഉദിക്കുക എന്നതൊരു കുഞ്ഞ് പ്രസവിക്കുന്നതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ളുഹറിന്റെ സമയമോ ളുഹർ നട്ടുച്ചയാണ്, അത് യുവത്വത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അസറിന്റെ സമയമോ അത് വൈകുന്നേര സമയമാണ്, അത് പ്രായാധിക്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. മഗ്രിബിന്റെ സമയമോ അത് സൂര്യാസ്തമയമാണ്, അത് മനുഷ്യന്റെ മരണത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇശായോ അത് മേഘത്തിലുള്ള കടുംചുവപ്പ് മായുന്ന സമയത്താണ്. കാരണം സൂര്യൻ ഉദിച്ചാലും പിന്നെ സൂര്യൻ അസ്തമിച്ചാലും പിന്നെയും കുറച്ച് സമയത്ത് ഒരു ലൈറ്റ് ഉണ്ടാകുന്നതാണ്. മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാലും ആ ശരീരം നുരുമ്പാതെ കുറച്ച് ദിവസങ്ങൾ കിടക്കുന്നതാണ്. പിന്നെ മേഘത്തിലുള്ള കടും ചുവപ്പ് മായുന്നത് പോലെ ഖബറിലേക്ക് താഴ്ത്തപ്പെട്ട മനുഷ്യന്റെ ശരീരം നുരുമ്പിപ്പോകുന്ന സമയമാണ്. അതിന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഇശാഇന്റെ സമയം. ഇതൊക്കെ വലിയ ഓർമ്മകളാണ്. ഓർമ്മയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെയുള്ളത്. നിങ്ങളറിയുമോ, നിസ്കാരം മൊത്തം ഓർമ്മയാണ്. നിസ്കാരത്തിൽ ആകെയുള്ളത് ഖിയാമ്, പിന്നെ റുകൂഅ്, പിന്നെ ഇഅ്തിദാല്, പിന്നെ സുജൂദ്. ഖിയാമ് എന്നത് ആലമുൽ അർവാഹിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ആലമുൽ അർവാഹ് എന്ന ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഖിയാമിലായിട്ടുള്ള ഫാത്തിഹ. പിന്നെ റുക്കൂആണ്. റുക്കൂഅ് ഉമ്മാന്റെ ഗർഭാശയത്തിലുള്ള ജീവിതത്തെ ഓർമ്മപ്പെടുത്താനാണ്. പിന്നെ ഇഅ്തിദാലാണ്. ഇഅ്തിദാൽ ദുനിയാവിനെ ഓർമ്മപ്പെടുത്താനാണ്. പിന്നെ സുജൂദാണ്. സുജൂദ് നെറ്റി ഭൂമിയിൽ വെക്കലാണ്. അത് ഖബർ ജീവിതത്തെ ഓർമ്മപ്പെടുത്താനാണ്. പിന്നെ അത്തഹിയ്യാത്താണ്. അത് മഹ്ശറിനെ ഓർമ്മപ്പെടുത്താനാണ്. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഅർ. ഖലാസ്, ജീവിതം കഴിഞ്ഞു. ഇപ്പം നമ്മളെ ഇഅ്തിദാലിലാണ് ഉള്ളത് അല്ലേ? ഞാൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എഴുത്തിദാലിലാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് എന്താ? സുജൂദാണ്.
അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സുജൂദ് ഖബറിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. വാള് കേൾക്കുന്ന ഉമ്മമാര് ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളുണ്ടെന്നാണ് നിയാസ് ഫൈലി പറഞ്ഞത്. ഉമ്മ ഓർമ്മ മറക്കല്ലേ. ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യബ്ന ആദം, മനുഷ്യപുത്ര, അദ്ദുന്യ സലാസതു അയ്യാം, ദുനിയാവ് 3 ദിവസങ്ങളാണ്. ഒന്ന് അംസി, ഇന്നലെ എന്നതാണ്. അത് മലാ വദഹബ മഅമാ ഫീഹി, അതിൻ്റെ കൂടെ ഉള്ളതോടുകൂടി അതങ്ങ് കഴിഞ്ഞു പോയി, തിരിച്ചു വരൂല. ഇന്നലെ എന്നത് തിരിച്ചു വരൂല, കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. ഇന്നലകളുടെ ആൽബം എടുത്ത് മറിച്ചാൽ അവിടെ ഫിർഔനെ കാണാം. ഇന്നലെയുടെ ആൽബം എടുത്ത് മറിച്ചാൽ അവിടെ ഖാറൂനെ കാണാം. ഇന്നലെയുടെ ആൽബം എടുത്ത് മറിച്ചാൽ അവിടെ അബൂജാഹിലിനെ കാണാം. ഇന്നലെയുടെ കാലമെന്ന ആൽബം മറിച്ചാൽ അവിടെ ഹൃദയത്തിൻ്റെ മുത്തായ, ലോകത്തിൻ്റെ സത്തായ, മാരിഫത്തിൻ്റെ വിത്തായ, കൽബിൻ്റെ ഖിബലയായ, സദറിൻ്റെ മിസ്ബാഹായ, ഉലകത്തിൻ്റെ കാരുണ്യമായ, പ്രപഞ്ചത്തിൻ്റെ പ്രഭയായ, പരലോകത്തിൻ്റെ പ്രതാപമായ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി മൗലായ. ഉറക്കച്ചൊല്ലി കൃഷി തിന്നുകൊണ്ട് വളരുന്ന, അധ്വാനിച്ചുകൊണ്ട് കുടുംബം പോറ്റുന്ന കർഷകന്മാർ കൂടുതലുള്ള പഴയകാല തുടിപ്പിനെ ഓർമ്മപ്പെടുത്തുന്ന കുഗ്രാമത്തിലെ വിശ്വാസികളെ ഉറക്കച്ചൊല്ലിക്കോളൂ. മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൻ്റെ സുഗന്ധത്തെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് ചൊല്ലിക്കോളൂ. അന്നബി സല്ലല്ലാഹു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബാറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബാറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 മുഹമ്മദ് മുസ്തഫ. ഒരു 3 സ്വലാത്ത് ചൊല്ലി പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് നമുക്ക് പിരിയാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തർസുഖുനാ ബിഹാ റിസ്ഖൻ ഹലാലൻ ത്വയ്യിബൻ മുബാറകം ഫീഹി യാ അല്ലാഹ്. തിങ്കളാഴ്ച രാവിലാണ് അല്ലാഹ്. ഞങ്ങളെ ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മഹദായ ഫض്ല് കൊണ്ട് കബൂലാക്കണേ റബ്ബേ. സംഘാടകരുടെ പദ്ധതികൾ വിജയിപ്പിക്കണേ അല്ലാഹ്. സംഭാവന നൽകിയത് ജാരിയായ സദഖയായി സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ സയ്യിആത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് സലാമത്താക്കണേ റബ്ബേ. ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെങ്കിലോ കത്തിക്കാളുന്ന ബീഭത്സകമായ നരകജ്വാലയിൽ ഒരു സെക്കൻഡും കിടത്തല്ല റബ്ബേ. നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ സ്വർഗത്തിലേക്ക് സലാമത്താക്കണേ റബ്ബേ. കഠോരമായ ജൂദായിസത്തിന്റെ തീനാളം ഏറ്റെടുത്തുകൊണ്ട് കത്തിക്കരിയുന്ന ഫലസ്തീനികൾക്ക് ഷഹാദത്തിന്റെ ദർജ കൊടുക്കണേ അല്ലാഹ്. ജൂത പരിശകളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഫലസ്തീനിൽ സഹായം നൽകണേ റബ്ബേ. ബിന്നബിയിൽ മുസ്തഫ. ഇങ്ങോട്ട് മുന്നിൽ വന്നിരിക്കും, നിങ്ങളെ ബാക്കിൽ തന്നെയല്ല പോയിരിക്കണേ, ഇങ്ങോട്ട് കസേരയിലാണ് ഇരിക്കേണ്ടത്. മൂപ്പരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. പിന്നെ അങ്ങനെയല്ല, ഓരോ റെക്കമെൻഡാണ് ഇപ്പോൾ. ബിസ്മില്ലാഹിർ റഹ്മാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മുഫത്തിഷ മൂപ്പര്. അതിന് കാരണം പല സമയത്തും അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ഒഴിവാക്കാനുള്ള ഒന്നുമില്ല, ജാടല്ലാത്തൊരു മനുഷ്യനാണ്. അല്ലാഹു തആല ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് ഏതാ ദിവസം?
ഇന്നേതാ ദിവസം? ഞായറാഴ്ച അല്ല, അല്ല ഞായറാഴ്ച അല്ല. ഞാൻ ഇവിടെ ഞായറാഴ്ച ആൾ പറഞ്ഞിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല. എന്ന് തിങ്കളാഴ്ച. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ 12 മണിക്കല്ല ആകുക. തിങ്കളാഴ്ച നമുക്ക് 12 മണിയല്ലേ, നമുക്ക് മാരിബാണ്. 12 എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങുന്ന സമയമല്ലേ. ദിവസം മാറുന്നുള്ള ഒരു വലിയ ദൃഷ്ടാന്തല്ലേ. ആ മനുഷ്യന്മാർ ഉറങ്ങുമ്പോഴാണ് മാറേണ്ടത്, ആളുകൾ ഉറങ്ങിയിരിക്കുമ്പോഴല്ലേ മാറേണ്ടത്. അപ്പോൾ നമ്മൾ മാരിവിൻ്റെ ആൾക്കാരാണ്. ഖുർആൻ അത് പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ. വസ്ദാദു തിസ്ആന്ന് 300 കൊല്ലം ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് അള്ള പറഞ്ഞിട്ടുണ്ട്. വസ്ദാദു തിസ്ആ, ഒരു 9 കൊല്ലം അയക്ക് കൂട്ടി കൊടുക്കാമെന്ന്. കാരണം എന്താ, അത് ജനുവരിയാണ്, അതാണ്. അപ്പോൾ ഒരു 9 കൊല്ലം കൂടി കൂട്ടേണ്ടി വരും. അപ്പോൾ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ വിഷയം മാരി മുതൽ. അപ്പോൾ തിങ്കളാഴ്ച രാവാണിത്. ഇതാ ഇപ്പം നമ്മൾ ഇന്നത്തെ ഇശാ നിസ്കരിച്ച് ഞായറാഴ്ചത്തെ ഇശ അല്ല, തിങ്കളാഴ്ചത്തെ ഇശയാണ്. ഇന്ന് മാരിബ് നിസ്കരിച്ചത് ഞായറാഴ്ചത്തെ മാരിബല്ല, തിങ്കളാഴ്ചത്തെ മാരിബാണ്. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ഏതാണ്? വ്യാഴാഴ്ച അസ്തമിച്ച രാവാണ് വെള്ളിയാഴ്ച രാവ്, അതാണ്. അപ്പോൾ ഈ തിങ്കളാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? മരങ്ങൾ സൃഷ്ടിച്ചത് തിങ്കളാഴ്ചയാണ്. മരങ്ങൾ, ചീര, സസ്യങ്ങൾ, ഫ്രൂട്ട്സ്, ഇതിൻ്റെയൊക്കെ ഉത്ഭവം തിങ്കളാഴ്ചയാണ്. ഇതൊക്കെ മനുഷ്യ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് മരങ്ങൾ, അല്ലേ? പഠിച്ചോനെ, ഞാൻ എൻ്റെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകാൻ തോന്നുന്നു, നിങ്ങൾ സമ്മതിക്കണില്ലല്ലോ. സംഗതി അങ്ങനെ അല്ലേ? മനുഷ്യ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമല്ലേ ചീര, പച്ചക്കറിയും, ഫ്രൂട്ട്സൊക്കെ, അല്ലേ? നിങ്ങളിതൊന്നും തിന്നലില്ലേ? ആണ്. അപ്പം മനുഷ്യ ജസദിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള ഘടകത്തെ അള്ളാഹു സൃഷ്ടിച്ചത് തിങ്കളാഴ്ചയാണ്. മനുഷ്യ റൂഹിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ളത് അതും തിങ്കളാഴ്ച തന്നെയാണ്. മനുഷ്യ റൂഹിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള ഘടകമാണ്, അടിസ്ഥാനമാണ്, ആധാരമാണ്, അനുഗ്രഹമാണ്, കാരുണ്യമാണ്, അറിവാണ്, അലിവാണ്, വെളിച്ചമാണ്, പ്രഭാപ്രതീകമാണ്, പ്രാപഞ്ചത്തിൻ്റെ പ്രാരംഭമാണ്, അവലംബമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതും തിങ്കളാഴ്ച തന്നെയാണ്. അപ്പോൾ തിങ്കളാഴ്ച വളരെ വിശേഷപ്പെട്ട ഒരു ഓർമ്മയുടെ ദിവസമാണ്. ജസദിന് ആവശ്യമുള്ളതും സൃഷ്ടിച്ചത് തിങ്കളാഴ്ചയാണ്. റൂഹിന് ആവശ്യമുള്ളതും അല്ലാഹു തആല കൊണ്ടുവന്നത് തിങ്കളാഴ്ചയാണ്. ഈ ഒരു ഓർമ്മയിൽ തിങ്കളാഴ്ച നമുക്ക് ദ്വാരക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മളെ ഈ മജ്ലിസ് അല്ലാഹു കബൂലാക്കി തരട്ടെ. അപ്പോൾ ഹസൻ ബസരി തങ്ങളുടെ ഒരു പ്രസ്താവനയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ശ്രദ്ധിക്കണേ. യബ്നാദം, ഓ മനുഷ്യപുത്ര, ദുന്യാവെന്ന് പറഞ്ഞാൽ സലാസത്തു അയ്യാം, അത് കേവലം 3 ദിവസമാണ്. 3 ദിവസമാണ് ദുന്യാവ്. അംസി അല്യം ഗദൻ കഴിഞ്ഞു. അംസി ഇന്നലെ, അതിന് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇന്നലെ എന്നുള്ളത് നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നാൽ 10,000 കോടി ഇതിൻ്റെ അടിയിൽ നിന്നാണ് എടുത്തു തരും. 10 കോടി വണ്ടിയിൽ നിന്ന് കൊടുത്തു തരും. ഇതിൻ്റെ അടിയിൽ നിന്ന് 10,000 കോടി, 10,000 റുപ്യല്ല, അല്ല സെക്രട്ടറി നീക്ക്, നീ എടുക്കണോ? അല്ല, അത് പറഞ്ഞപ്പോൾ നീച്ചുമ്പോഴേ എനിക്ക് തോന്നി. ഇന്നലെ എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നാൽ, നിങ്ങൾ ചോദിക്കണേ, ഞാൻ തരാം. ലോകത്താർക്കും തിരിച്ചു തരാൻ കഴിയില്ല. ഒരു വലിയ രാജാവിൻ്റെ ഒരു കഥ എടുത്ത് ഞാൻ വായിച്ചു. രാജാവിനോട് മോനെ പീപ്പിളി ചോദിച്ചു, പീപ്പിളി കൊട്ടാരത്തിൽ. അപ്പം അന്ന് കുറേ അതിഥികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ രാജാവ് ഇന്നിപ്പോൾ മോനെ പീപ്പിളി കൊടുത്താൽ ശരിയാവില്ല, കാരണം വിളിച്ചിങ്ങനെ നടക്കും, അലോസരാവും, ആളുകൾക്ക് ഉപദ്രവം. അവ കൊടുത്തില്ല. പിറ്റേന്ന് രാവിലെ രാജാവിന് ഭയങ്കര ദയ. രാജകുമാരൻ കൊച്ചുകുട്ടിയാണ്, പീപ്പിളി വെച്ചിട്ട് കൊടുക്കാതിരുന്നതിൽ ഭയങ്കര ദയായി. ആൾ നല്ലൊരു പീപ്പിളിയൊക്കെ വാങ്ങി, മോനെ വാ, ഇതാ. കുട്ടി വെച്ചത് എന്താ? ഇത് പീപ്പിളിയാണ്. ഞാൻ ഇന്നലെ അല്ലേ നിങ്ങളോട് ചോദിച്ചത്? എനിക്ക് പീപ്പിളി മാത്രം പോരാ, പീപ്പിളി വേണം, ഇന്നലെ എന്നുള്ളതും വേണമെന്നാണ്. ഇയാൾ കുഴങ്ങിയില്ലേ? എന്തും ഇയാൾക്ക് കൊടുക്കാൻ പറ്റും, ഇന്നലത്തെ പീപ്പിളി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കഴിഞ്ഞത് കഴിഞ്ഞ്. അതാണ് ഹസൻ ബസരി ഞങ്ങൾ പറഞ്ഞത്. അംസി കദ്ദഹബ മഅ മാ ഫീ, ഇന്നലെ എന്നുള്ളത് അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടായത് അതോടുകൂടിയേ പോയി, തിരിച്ചു വരൂല. ഇന്നലത്തെ തിരിച്ചു വരൂല. ഇനിയുള്ളത് ഗദൻ, നാളെയാണ്. ലഅല്ലക അല്ലാ തുദ്രിക, നാളെ നീ എത്തിക്കാതിരിക്കാനും സാധ്യത ഉണ്ട്. ഉറപ്പല്ലേ? നാളെ ഈ സമയത്ത് നിങ്ങളെ ഈ ഗ്രാമത്തിൽ നിങ്ങളുണ്ടാവും, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് പറഞ്ഞോളി. ധൈര്യമുള്ളവർ കയ്യും പൊന്തിച്ചോളി. നാളെ കണ്ണൂരിൽ നിന്ന് ഒരാൾ കൈ പൊന്തിച്ച് പിറ്റേന്ന് മരിച്ചും ചെയ്ത്. അതുകൊണ്ട് കൊളർത്ത് പൊന്തിച്ചാൽ മതി. ഒരു ചോപ്പ് പനിയായിട്ട് ഒരു ചങ്ങായി മുന്നിലുണ്ടായിരുന്നു. ഓൻ കരാട്ടൻ്റെ ആളാണ്. അവിടെ ഭയങ്കര മസിലൊക്കെ തോൽപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു ദമ്മിലായിരിക്കും അങ്ങനെ പൊന്തിച്ച്. പിറ്റേന്ന് ടീം നാളെ എന്നുള്ളത് എത്താൻ സാധ്യതയില്ല. അതിന് രോഗമൊന്നും വേണ്ട. രോഗം ഉണ്ടെന്ന് വെച്ചിട്ട് മരിക്കൂല്ല. ഇന്ന് രാവിലെ സെയ്ദ് കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങളെ ഞാൻ കാണാൻ പോയി. വളരെ സീരിയസായ അവസ്ഥയിലാണ്.
അപ്പം മഹലിൽ സെക്രട്ടറി പറഞ്ഞു ഉസ്താദിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പോയാൽ ഞാനുണ്ട് നമ്മളെ കൂടി വണ്ടിയിലൊന്ന് പോയല്ലേ എന്ന് വെച്ച്. പടച്ചോനെ പോയി നോക്കുമ്പോൾ കരഞ്ഞോണ്ട് കൈ പിടിച്ചോണ്ട് പറഞ്ഞു ഉസ്താദേ ഭക്ഷണം കഴിച്ചിട്ട് 4-5 ആഴ്ചയായി, ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയാൽ ഛർദിക്കുകയാണ്. 10-40 വയസ്സുള്ള തങ്ങൾ പമ്പേഴ്സ് ഇട്ട് കൊണ്ടാണ് കിടക്കുന്നത്. ഒരു ഈർക്കിളി പോലെ മെലിഞ്ഞ് മെലിഞ്ഞ് പോയിട്ടുണ്ട്. 2 കിഡ്നിയും പോയതാണ്. ഞാൻ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും ചോദിച്ചു, നമ്മൾ ഇടപെട്ടുകൊണ്ട് മറ്റൊരു കിഡ്നിക്ക് എങ്ങനെങ്കിലും നോക്കുകയല്ലേ? അപ്പോൾ സെക്രട്ടറി നല്ല മനുഷ്യനാണ്. എൻ്റെ മഹലിലെ സെക്രട്ടറി പേര് സൈദൽവിയാജി എന്നാണ്. എന്നോട് പറഞ്ഞു ഉസ്താദേ കുടുംബത്തിലെ പൗരപ്രമുഖന്മാരായ തങ്ങന്മാരൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡോക്ടർമാർ പറഞ്ഞത് പറ്റൂല എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഒരു നീര് ഇറങ്ങാതെ ഇറങ്ങുന്നത് പുറത്തേക്ക് ഛർദ്ദിച്ചുകൊണ്ട് കിടക്കുന്ന തങ്ങളെ കാണാൻ പോയപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് കരയുകയാണ്. അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ. ദുനിയാവിൽ എത്ര പേര് വെള്ളമിറങ്ങാതെ കിടക്കുന്നുണ്ട്. അതിൽ മുതലാളിമാരില്ലേ? ഒരിക്കൽ ഞാനൊരു വാള് കഴിഞ്ഞുകൊണ്ട് വലിയൊരു മുതലാളിയുടെ കൊട്ടാരത്തിൽ ഭക്ഷണത്തിനിരുന്നു. ചെമ്മീൻ ബിരിയാണിയാണ് വെച്ച് നിങ്ങളുടെ ചെമ്മീൻ ബിരിയാണി ഉണ്ട്, ആവോലി ഉണ്ട്, കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, പായസമൊക്കെ ഉണ്ട്. വലിയൊരു വീട്. ഞാൻ ഇരുന്ന റൂം തന്നെ പന്തളിക്കാം, വിശാലുള്ള ഗ്രൗണ്ട് പോലത്തെ വലിയ റൂം. അതിന് സെൻറ്ററിലൊരു ടേബിൾ, അവിടെയാണ് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. ഇയാൾ നമ്മളെ ഇരിക്കണ കണ്ടിട്ട് സൈഡിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നിരിക്കി, ഇതൊക്കെ തിന്നുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നാൽ ശരിയല്ല, നിങ്ങൾ കണ്ട് വരുന്ന പറഞ്ഞു. അപ്പോൾ അയാൾ കണ്ണിൽ വെള്ളം നിറച്ച്, ഈ വലിയ മുതലാളി ആ പഞ്ചായത്ത് മൊത്തം വാങ്ങാനുള്ള പൈസ മൂപ്പരെടുത്തുണ്ട്. ആ മുതലാളി പറഞ്ഞ് ഉസ്താദേ എനിക്ക് തിന്നാൻ പറ്റൂല, എന്തേന്ന് വെച്ച് എൻ്റെ കിഡ്നിക്ക് കേടാന്ന് പറഞ്ഞു. നിങ്ങളൊന്നും വിളിക്കുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരും, ഒരു പിടി ബിരിയാണി ഇങ്ങോട്ട് വാരി, 2-3 ചെമ്മീനും അതിൽ പെട്ടിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് എന്നോളി, ഇതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊന്നും പറ്റൂല പറഞ്ഞു. കാരണം നമ്മൾ വേല കഴിഞ്ഞിട്ട് അവിടുന്ന് പോകാനല്ലോ, നമ്മൾ പിന്നെ അവിടെ ഉണ്ടാവില്ലല്ലോ. അല്ല നമുക്ക് അപ്പം ഇപ്പം ഇതുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല. ഇത് നമുക്ക് തിന്നണമെങ്കിൽ ആദ്യം കുറച്ച് മുമ്പ് തിന്നണ്ടേ. ഇതാണ് തിന്നോളി, ഇതുകൊണ്ട് നിങ്ങൾക്കൊന്നും പറ്റൂല പറഞ്ഞു. അപ്പം മൂപ്പരിനോട് പറഞ്ഞു ഉസ്താദ് എനിക്ക് ചവക്കാൻ പറ്റൂല, നാവിന് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു. പൈസ കയ്യിലുണ്ടായിട്ട് എന്ത് കാര്യമുള്ളത്? റബ്ബങ്ങട്ട് പരീക്ഷിച്ചാൽ എല്ലാ സാധനം ഉണ്ടായാലും ഉപയോഗിക്കാൻ കഴിയാതെ നരകിച്ച് ജീവിക്കേണ്ടി വരും. അതാണ് ദുന്യാവ്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ അതാണ്. അതിൻ്റെ അർത്ഥം തന്നെ വളരെ മോശപ്പെട്ട സ്ഥലം എന്നാ. അതിനാന്നുള്ള അഫ്ലു തഫ്ലീൻ്റെ മുഹന്നസാണ് ദുന്യ എന്നുള്ളത്. വളരെ മോശപ്പെട്ട ചീപ്പ് സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇവിടെ ക്യാൻസറിൻ്റെ നാടല്ലേ, അറ്റാക്കിൻ്റെ നാടല്ലേ. ഇവിടെ ആകെ വേണ്ടത് ഇൽമും അമലുമാണ്. അത് തിരഞ്ഞെടുത്താൽ ബാക്കി അള്ളാഹ് അങ്ങോട്ട് തരും, ബാക്കി അള്ളാഹ് തരും. നേരെ മറിച്ച് ഇത് മറന്ന് ദുന്യാവിൻ്റെ പിറകിൽ ഓടിയാലോ ദുന്യാവും ചതിക്കും, ആഖിറവും നമ്മളെ പരാജയപ്പെടുത്തും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതാണ് തലയിൽ കയറി തിരഞ്ഞെടുത്താൽ മറ്റൊന്ന് അള്ളാഹ് തരും. കാരണം ദുന്യാവ് എന്നുള്ളത് മൽമൂനാണ്, ആഖിറ മത്ലൂബാണ്. നമ്മൾ നേരെ തിരിച്ചാക്കി. നമ്മളെ അധ്വാനമൊക്കെ അങ്ങനെയാണ്. ദുന്യാവ് മൽമൂനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞത് നിങ്ങളാണ്ട് പോയിക്കോളി, നിങ്ങൾക്കുള്ള സാധനമൊക്കെ അവിടെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്, അണ്ട് പോയിക്കോളി എന്നാണ് ദുന്യാവിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത്. ആഖിറത്തിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് എല്ലാവരും കൂടി വരി സ്വർഗം തരാന്നല്ല. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ, ഇങ്ങനെയാണ് പറഞ്ഞത്. ഇവിടുന്ന് അധ്വാനിച്ചാൽ അവിടെ കിട്ടും. ഇവിടെ അധ്വാനിക്കേണ്ട അനന്തര സ്വത്ത് ഉണ്ടായിട്ട് മുതലാളിമാരെ ആൾക്കാരില്ലേ, ഓൾക്ക് എന്താ അധ്വാനം ഉണ്ടായിരിക്കണം? വാപ്പാൻ അധ്വാനം അല്ലാതെ. അനന്തര സ്വത്ത് കയ്യിലിട്ട് മുതലാളിമാരായ ആളുകളില്ലേ, അവർക്ക് അധ്വാനം ഉണ്ടോ? അപ്പൊ ദുന്യാവ് അധ്വാനിക്കണ്ട, അത് അധ്വാനിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അധ്വാനിക്കാതിരുന്നാലും കിട്ടും, കാരണം ഇത് മൽമൂനാണ്. ഇവിടെ റബ്ബ് കണക്കാക്കിയത് നമ്മളാണ്ട് പോയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് ദുന്യാവ്. നേരെ മറിച്ച് ആഖിറമോ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. അതുകൊണ്ടല്ലേ ശൈഖ് ജിലാനിയുടെ അനുസ്മരണവും കൂടിയാണല്ലോ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടല്ലേ ശൈഖ് ജിലാനിയുടെ വാപ്പച്ചിയുടെ അനന്തര സ്വത്തായ 40 സ്വർണ്ണ നാണയങ്ങൾ ഉമ്മച്ചി അബ്ദുൽ ഖാദർ കുട്ടിയുടെ കുപ്പായത്തിൻ്റെ അടിയിൽ തുന്നി വെച്ച് കൊടുത്തുകൊണ്ട് ദീന് പഠിക്കാൻ ബഗ്ദാദിലേക്ക് യാത്രയാക്കുകയാണ്. മൊബൈലില്ല, യാത്രാ സൗകര്യത്തിന് വണ്ടികളില്ല, കൊടും കാട്ടിലൂടെ കൊള്ളക്കാരുടെ ഭീഷണിയുള്ള സ്ഥലങ്ങളിലൂടെ യാത്രക്കാരുടെ കൂടെ പോകുന്ന ചെറിയ മോനാണ്. പ്രായം 18 ആ സമയത്ത് ഉമ്മാക്ക് സങ്കടമില്ല, ഉമ്മാക്ക് തളർച്ചയില്ല. ഉമ്മാന്റെ പരമപ്രധാനപ്പെട്ട ഉണർത്തലും വസിയത്തോ കളവ് പറയല്ലേ എന്നും ചൊന്നാരേ
കള്ളന്റെ കയ്യില് പൊന്നേ കൊടുത്തോവർ. പ്രിയപ്പെട്ട ഉമ്മ കാതുറുട്ടിയോട് ഒറ്റ ഉണർത്തൽ മാത്രമാണ് നടത്തിയത്. മോനെ, നീ ഇൽമ പഠിക്കാൻ പോവുകയാ, അതുകൊണ്ട് കളവ് പറയല്ലേ മോനെ. ഉമ്മാന്റെ കുട്ടി കളവ് പറയല്ലേ. വേറെ ഒന്നും പറയില്ല. അതാണ് ഉമ്മ, അതാണ് ഉമ്മ, അതാണ് വാപ്പ. ആഖിറത്തേക്ക് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ ആണ് രക്ഷിതാവ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്ന ആളെന്നാ. എവിടെ രക്ഷപ്പെടുത്തുക? ദുനിയാവിലോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയോ? രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയോ? പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയോ? പ്രകൃതി ദുരിതങ്ങളിൽ നിന്ന് വാപ്പാക്ക് രക്ഷപ്പെടുത്താൻ കഴിയോ? എല്ലാവരും കൂടി അങ്ങോട്ട് പോലല്ലേ. ഭൂമിയാണ്ട് കുലുങ്ങിയാൽ വാപ്പയും മക്കളൊക്കെ ഡിം. വാപ്പാക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? രക്ഷപ്പെടുത്തൽ ആഖിറത്തിൽ അവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ എത്രയോ ദൂരെ 12,90,999 കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യനുള്ളത്. 15 ലക്ഷം കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യൻ ഉള്ളത്. ആ സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മിയുടെ തീച്ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ AC വെച്ചുകൊണ്ട് വാപ്പാവൂല. ആ AC ഓസിയായിട്ട് കൊണ്ട് ഉറങ്ങിയാൽ മോനും ആവൂല. ഈ സൂര്യനെ മീൽ എന്ന് വായിച്ചാൽ സുർമാ കൊള്ളി എന്നാണ്. ഇന്ന് 15 ലക്ഷം കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യൻ ഉള്ളത്. ആ സൂര്യനെ മൂർദാവിൽ ഒരു സുർമാക്കുള്ളി വെച്ചാൽ സൂര്യന്മ തട്ടും, ഇങ്ങോട്ട് അടുപ്പിക്കും. അവിടെയാണ് AC വേണ്ടത് വാപ്പ, അവിടെയാണ് AC വേണ്ടത്. അവിടെ 7 കൂട്ടർക്ക് AC ഉണ്ട്. വേറെ ഹദീസിൽ വേറെ ഉണ്ട്, ഒരു 10-15 ആൾക്കാർക്ക് AC ഉണ്ട്. ആ AC-യിലേക്ക് നിന്റെ മോനെ വഴി കൂട്ടുമ്പോഴേ രക്ഷിതാവ് എന്നുള്ള അർത്ഥം പൂർത്തിയാവുള്ളൂ. അല്ലെങ്കിലോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. അതിൻ്റെ തഫ്സീറിൽ കാണാമാ പറഞ്ഞത്, മക്കളോട് കടമ തീർക്കാത്ത വാപ്പമാര്, മശറിൽ വെച്ചുകൊണ്ട് ഇൽമ പറഞ്ഞു കൊടുക്കാത്ത, അല്ലെങ്കിൽ പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കാത്ത, അല്ലെങ്കിൽ പ്രേരിപ്പിക്കാത്ത, പ്രോത്സാഹിപ്പിക്കാത്ത വാപ്പമാര് അവരുടെ മക്കളെ കാണുമ്പോൾ കണ്ട സ്ഥലങ്ങളിൽ നിന്ന് ഓടി മറയുകയാ. കാരണം ബാധ്യത തീർക്കാത്തത് കൊണ്ടോ. ആ സമയത്താണ് നിങ്ങളുടെ നാട്ടിലെ മദ്രസയെക്കുറിച്ച് പറഞ്ഞത്. 170ഓളം വീടുകളുള്ള ഈ മഹല്ലിൽ +2 വരെ മദ്രസ ഉണ്ടായി എന്നത് എനിക്ക് ആത്മാഭിമാനമാണ്. കുട്ടികൾ ഉണ്ടാക്കിയ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വീട്ടുകാർക്ക് ഞാൻ അനുമോദനം നൽകുകയാണ്. റബ്ബിനോട് സ്വീകരിക്കട്ടെ എന്ന് ദുആ നടത്തുകയാണ്. 2500 വീടുകളുള്ള മഹല്ലിൽ വാതിന് പറ്റി ചോദിച്ചാൽ എത്ര ക്ലാസ് ഉണ്ട്? സദർ ഒരു 9 ക്ലാസ്. 9-ൽ എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ. ആ സമയത്ത് 170 വീടുകളിൽ നിങ്ങൾ +2 വരെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മഹല്ലിലേക്ക് റബ്ബ് ബറക്കത്ത് നൽകുമേ. അത് ഭരണാധികാരികളിൽ നിന്നും ബറക്കത്ത് നൽകോ, കൂലിപ്പണിക്കാരിൽ നിന്നും ബറക്കത്ത് നൽകോ, ആകാശത്തിൽ നിന്നും ബറക്കത്ത് കിട്ടോ, ഭൂമിയിലെ ഉൽപ്പന്നങ്ങളിലൂടെയും ബറക്കത്ത് തരുന്നതാണ്. ദുരന്തങ്ങളിൽ നിന്ന് ഈ മഹല്ലിനെ പടച്ചവൻ രക്ഷപ്പെടുത്തുന്നതാണ്. പെടുന്നനെയുള്ള മരണങ്ങൾ ഒരു പക്ഷേ ഈ മഹല്ലിൽ കുറയാൻ സാധ്യതയുണ്ട്. മാറാവ്യാധികൾ ഈ മഹല്ലിൽ കുറയാൻ സാധ്യതയുണ്ട്. അഥവാ ഇനി ഉണ്ടെങ്കിൽ അത് പലിശയുടെ കാരണമായിരിക്കാം, വ്യഭിചാരത്തിന്റെ കാരണമായിരിക്കാം, ലഹരിയുടെ കാരണം. നിസ്കരിക്കാത്ത ഒരു മഹല്ലിലുണ്ടെങ്കിൽ ആ മഹല്ലിൽ അതാപുണ്ടാവും. കാരണം കള്ളുകുടിനേക്കാളും ഗൗരവമാണ് നിസ്കാരം ഒഴിവാക്കൽ. അതിനർത്ഥം കള്ളു കുടിക്കാന്നല്ല. ഇന്ന് പലരും ശ്രദ്ധിക്കണില്ല. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, ശ്രദ്ധിക്കണില്ല. നിസ്കരിക്കാതിരുന്നാൽ നെക്സ്റ്റ് എന്താണെന്നറിയോ? കുഫറാണ്. ഇങ്ങനെ ഒരു തമ്മാടിത്തരം ദുന്യാവിലില്ല. വ്യഭിചരിച്ചാൽ കാഫിറാവൂല, കള്ളുടിച്ചാൽ കാഫിറാവൂല. ചില ഹദീസിലുണ്ട് ഷാരിബുൽ ഹംരി കാബിദിൽ വതൻ, അവിടെ കാഫിന് വലിയ മാനുണ്ട്. നേരെ മറിച്ച് നിസ്കാരത്തെ കുറിച്ച് അങ്ങനെയല്ല. മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ എന്നാണ്. തൗഹീദ് അവൻ്റെ കഴുത്തുനിന്നും നെഞ്ചിന്നും അരിഞ്ഞങ്ങോട്ട് മാറ്റി മുഹമ്മദ് മുസ്തഫ. നല്ല ശ്രദ്ധിക്കണം വാപ്പാരന്മാരും. പല സ്ഥലത്തും കല്യാണം വന്നാൽ നിസ്കാരമില്ല, നബിദിനത്തിന് നിസ്കാരമില്ല. നബിദിനത്തിന് ഇപ്പം നബിദിനാണെല്ലാവർക്കും. ഇനിയിപ്പോൾ വരും കാലങ്ങളിലൊന്നും ബലൂണും ബൾബും മാലിയും തൂക്കാൻ ആരും വയലുവരണ്ട. അത് ജോറായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളെ ഏരിയയിലും അങ്ങനെ തന്നെയല്ലേ? എന്താ നിങ്ങൾക്ക് അതിന് ഞാൻ അതിനെതിരല്ലാന്ന്, അതിനെതിരെ ഇനി വരും കാലങ്ങളിൽ പറയണ്ടാന്ന് ഉമ്മത്ത് ഏറ്റെടുത്തു. അതൊരു മാല് ഈ കൊല്ലം എന്താണെന്നറിയില്ല.
ഞാൻ ഒരു ദിവസം 7 പരിപാടി ഏറ്റിട്ടുണ്ട് കഴിഞ്ഞ റബീഉൽ. സുബഹിക്കൊന്ന്, 10 മണിക്കൊന്ന്, ഉച്ചക്കൊന്ന്, വൈകുന്നേരം അസർക്കൊന്ന്, മാരിബിന് ശേഷം ഒന്ന്, 10 മണിക്കൊന്ന്, 12:30 7 പരിപാടിക്ക് ഒറ്റ ദിവസം പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ റബീഉൽ. 30 ദിവസം 4-5 പരിപാടി ഏറ്റിട്ടുണ്ട് ഓരോ ദിവസങ്ങളിലും. പക്ഷേ എവിടെ പോയാലും മാലും ബൾബും ബലൂണും ജോറാണ്. പക്ഷെ പള്ളിയിൽ ആളില്ല. അതാണ് ചെറുപ്പക്കാരെ കൂടി കുറേ ബൾബേറ്റ് കണ്ട് വരും. ഇശാ നിസ്കാരം അവിടെ നടക്കുന്നുണ്ടാവും. ഫുള്ളായിട്ട് തൂക്കും സ്വർഗത്തിന് വേണ്ടി. നിസ്കാരം കഴിഞ്ഞാൽ ഓലാണ്ട് പോവും. എന്നാൽ ഓലൊന്ന് പിന്നെ ഒന്ന് നിസ്കരിക്കുമോ? അതുമില്ല. ഒക്കെ സ്വർഗത്തിൻ്റെ പരിപാടിയാണ്. ഞാൻ ഈ കഴിഞ്ഞ റബീഉൽ ഒരു കാക്ക കൊടി ഉയർത്തനെ കണ്ട്. ആ മൂപ്പരിങ്ങനെ കൊടി ഉയർത്താൻ കയ്യെ പൊക്കിയപ്പോൾ കുപ്പായാണ് കയറിക്കണ്. നിങ്ങളോട് പറയാൻ തുണിയൊക്കെ പൂക്കളൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ഭയങ്കര ഒരു ഹോൾസ്, ഒരു മഞ്ഞച്ചേരൊക്കെ കാണും കിടക്കുക. അയ്യാതി വെളുപ്പുണ്ട് പൂക്കൾ. എന്നിട്ട് അതിൻ്റെ അവിടുന്ന് തുണിയാണ്ട് ഇറങ്ങിക്കണ്. തുണി ഇറങ്ങിയിട്ട് നിങ്ങളോട് പറയാം ജംഗ്ഷനിൽ കുടുങ്ങിയിട്ട് അമ്പുമ്മ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കാരണവർ. ഞാൻ പറഞ്ഞു, കാരണവരെ ആദ്യം പൊന്തിക്കേണ്ട കൊടിയല്ല ഞങ്ങളെ തുണിയാണ്. കാരണം കൊടി പൊന്തിച്ചില്ലെങ്കിൽ നരകത്ത് പോകില്ലാന്ന് അല്ല ചോദിക്കോ. റബീഉൽ കൊടി പൊന്തിക്കാത്ത പ്രസിഡന്റ് എവിടെയോ നോക്കുവോ? റബീഉൽ 12-ന് കൊടി പൊന്തിക്കാത്ത സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ നരകത്ത് പോയി നല്ല പറയില്ല. നേരെ മറിച്ച് റബീഉൽ അവ്വലിൽ നിന്നല്ല എപ്പോഴും പൊന്തിക്കേണ്ട സാധനമില്ലേ തുണി. എന്തോ ഒരു കാട്ടിക്കൂട്ടല. ഇതൊക്കെ കണ്ട ആളുകൾ പറഞ്ഞു കൊടുക്കണ്ടേ, അല്ലാതെ അവരെങ്ങനെ ജാക്കിട്ടിട്ട് കാര്യമുണ്ടോ? പറഞ്ഞു കൊടുക്കാനുള്ള പറഞ്ഞു കൊടുക്കണ്ടേ. അതിന് കിട്ടുന്ന വയല് മതിയെന്ന്. ആർക്കപ്പോൾ വയലിന് എത്ര പൂറ? അതിന് കിട്ടുന്ന വയല് മതിയല്ലോ. അതിന് കിട്ടുന്ന മഹലിൽ മതിയല്ലോ. ആർക്കപ്പം മഹലിലേക്ക് അത്ര പൂറ? കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ? ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇനിയുള്ള കാലത്തെ പറഞ്ഞു കൊടുക്കേണ്ട നേരങ്ങള് മൻഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ഒരു ഖതീബ് റബീഉൽ പറയണമല്ലോ ജുമാക്ക്, നിങ്ങൾ പള്ളിയിൽ ഒന്നിലും കുഴപ്പമില്ല, വാദിനൊന്നിലും കുഴപ്പമില്ല, ഘോഷയാത്ര കണ്ട് നടത്തോടി നടന്നു. എന്താ ചെയ്യുക? ഘോഷയാത്ര ഉഷാറാവണം, പക്ഷെ പള്ളിയിൽ വരണ്ടേ? ഈ ഘോഷയാത്ര നബിദിനൊക്കെ എന്തിനാണ്? പള്ളിക്ക് കയറാനുള്ള ഒരു ഊർജ്ജം കിട്ടാനല്ലേ, അല്ല ബലൂണ് കാണാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒക്കെ ഒരു ഉപരിപ്ലവമായി, കുമിളകളായി. അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് ആഖിറത്തേക്ക് തട്ടിമുട്ടാതെ എത്തണ്ടേ? അതിനനുസരിച്ചുകൊണ്ട് പരിപാടികൾ വേണ്ടേ? അള്ളാഹു കബൂലാക്കി തരട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ.